സോ നമ്മളെപ്പോഴും ക്ലെൻലിനെസ്സിനെ പറ്റി പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ക്ലെൻലിനെസ് ഇസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ക്ലീനിങ് എന്ന് പറയുന്ന പരിപാടി എല്ലാവർക്കും ഇത്തിരി കഷ്ടപ്പാടുള്ളതാണ്, അധികം താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ അധികം ആൾക്കാർ കടന്നു ചെന്നിട്ടില്ലാത്ത ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം, ഈ ക്ലീനിങ് സർവീസസ് എന്തൊക്കെയാണെന്ന് കൂടി പറയാമോ? ഹോം ക്ലീൻസ് പ്രധാനമായിട്ട് 3 സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ആണ്. അത് പ്രധാനമായിട്ട് ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചാണ്. കാരണം നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ നമ്മൾ കോൺട്രാക്റ്റ് ബേസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ സെക്കൻഡ് നമുക്ക് വരുന്നത് ഡീപ്പ് ക്ലീൻ സർവീസാണ്. ഡീപ്പ് ക്ലീൻ സർവീസ് എന്ന് പറയുന്നത് ഒരു വീട്, ഓഫീസ്, ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ 1 ഡേ ക്ലീനിങ് ആണ്. അത് ജെൻ സ്റ്റാഫാണ് പോവുക. അത് ഒരു ദിവസം കൊണ്ട് തന്നെ ആ വീട് പൂർണ്ണമായിട്ടും ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സീലിംഗ് മുതലിപ്പോൾ ഫാന്, ലൈറ്റ്, ജനൽ കമ്പികൾ, അല്ലെങ്കിൽ ബാത്റൂംസ്, ഫ്ലോറ് എന്ന് വേണ്ട എല്ലാ ഏരിയകളും നമുക്കിപ്പോൾ നമ്മൾ താമസിച്ചു തുടങ്ങിയ കാലം മുതലേ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും അലമാര മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കട്ടിൽ മറിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല, നിബന്ധ വാഷിംഗ് മെഷീൻ മാറ്റി അല്ലെങ്കിൽ ഫ്രിഡ്ജ് മാറ്റി അങ്ങനെയുള്ള ക്ലീനിങ്ങുകളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇനി കബോർഡിൽ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇരിക്കാം. പക്ഷേ നമ്മൾ ഈ കബോർഡുകൾ ഓപ്പൺ ചെയ്ത് ഓരോ സാധനങ്ങൾ പുറത്തിറക്കി അതിന് എല്ലാ 6 സൈഡും തുടച്ച് പിന്നെ അതൊക്കെ തിരിച്ച് വയ്ക്കുന്നത്, അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് മൊബൈൽ കാർ വാഷിംഗ് ആണ്. മൊബൈൽ കാർ വാഷിംഗ് എന്ന് പറയുന്ന സർവീസ് സെൻറ്ററിൽ ലഭിക്കുന്ന എല്ലാ സർവീസുകളും നമുക്ക് ഡോർ സ്റ്റെപ്പിൽ ലഭിക്കും. അത് 2 പേരടങ്ങുന്ന ഒരു യൂണിറ്റാണ് വരുന്നത്. അത് എല്ലാ ഫെസിലിറ്റിയും ആ വണ്ടിയിലുണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് പ്രഷർ പമ്പ്, അല്ലെങ്കിൽ ജനറേറ്റർ, വാക്സ് മെഷീൻ, സ്റ്റീമർ, വാട്ടർ ടാങ്ക്, അങ്ങനെയുള്ള ഒരു എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ആ ഇതിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോൾ ഫ്രീ ആയിരിക്കുന്നോ, നമ്മളെവിടെ ഫ്രീ ആയിരിക്കുന്നോ ആ സമയത്ത് നമ്മുടെ കാർ വാഷ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ എല്ലാ ഡീറ്റെയിലും സർവീസുകളും നമുക്ക് അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ അപ്പോൾസ്ട്രി ക്ലീനിങ്ങോ, അല്ലെങ്കിൽ ഇൻറ്റീരിയർ സ്റ്റീമിങ്, എൻജിൻ റൂം സ്റ്റീമിങ്, അല്ലെങ്കിൽ വാക്സിങ്, അങ്ങനെയുള്ള എല്ലാ സർവീസുകളും അതിൽ ഇൻക്ലൂഡഡ് ആണ്.